ശിവഗിരിക്കുന്നതിൽ പള്ളികൊള്ളുന്നൊരു വിശ്വപ്രകാശമാ ഗുരുവരനെ. ശിവഗിരിക്കുന്നതിൽ പള്ളികൊള്ളുന്നൊരു വിശ്വപ്രകാശമാം ഗുരുവരനെ. വിശ്വശിലയിൽ വസിച്ചും കൊണ്ടവിടുന്ന വിശ്വശിലയിൽ വസിച്ചും കൊണ്ടവിടുന്ന ഞങ്ങൾക്കു സൽഗതിയേകിടേണേ. ഞങ്ങൾക്കു സൽഗതിയേകിടേണേ. ശിവഗിരിക്കുന്നതിൽ പള്ളികൊള്ളുന്നൊരു വിശ്വപ്രകാശമാം ഗുരുവരനെ. നിത്യവും സന്ധ്യയിൽ നിന്നെ. ഇന്ന് 29 തീയതി രാവിലെ എല്ലാവരും 6 മണിക്ക് തന്നെ നമ്മുടെ ഗുരുക്ഷേത്ര അങ്കണത്തിൽ, അതായത് 994 ശ്രീരാമകൃഷ്ണ ആശ്രമ അങ്കണത്തിൽ എല്ലാവരും പദയാത്രികർ 100 പേർ 91 പേരും വന്നു ചേർന്നു എന്നുള്ള സന്തോഷകരമായൊരവസ്ഥ കൂടി ഇന്നിവിടെ നിലനിൽക്കുകയാണ്. രാവിലെ തന്നെ പീതപതാക ഏന്തിക്കൊണ്ട് യൂണിയൻ്റെ പ്രസിഡന്റ് CS സലികുമാർ ഈ 91 പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദയാത്രയ്ക്ക് തുടക്കമിടുകയാണ് ഉണ്ടായത് ഇന്ന് മുട്ടത്ത് നിന്ന്. ശിവഗിരിയിലേക്കുള്ള പദയാത്ര ഇന്ന് ഇവിടെ ഈ നിമിഷം സമംഗളം സമാരംഭിക്കുകയാണ്. നമ്മളെല്ലാവരും 10 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടിയാണ് ഈ പദയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പദയാത്രയുടെ വിജയത്തിനായി എല്ലാ വിധത്തിലുള്ള ക്രമീകരണവും SNDP യോഗം ചേപ്പാട് യൂണിയൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ സഹകരണം ഇതിനകത്തുണ്ടാകണം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാടിവൻ തോണിലിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയ നിന്നിടം ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാകുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാ
മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയോർക്കിൽ നീ അകവും കുറവും നിന്നും മഹിമാവാർന്നതിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. സ്വീകരണങ്ങൾ പ്രത്യേകിച്ച് A1 290, അതുപോലെ തന്നെ 202 നമ്പർ ശാഖ, 44 14 നമ്പർ ശാഖ, 12 42 നമ്പർ ശാഖ, അവിടെ നിന്നൊക്കെയും നൂറുകണക്കിന് ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ് ഈ ഞങ്ങളെ സ്വീകരിച്ചതും യാത്ര അയച്ചതും. അവരെ നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ഈ വീതിയിൽ നൽകിയത് എന്നുള്ളതാണ്.
91 പേരാണ് പദയാത്രികരായിട്ട് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഏതാണ്ട് 5 വയസ്സുള്ള മകൾ ഉൾപ്പെടെ 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പദയാത്ര തന്നെയാണ് ഇവിടെ SNDP യൂണിയൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഏതാണ്ട് 7 മണിക്ക് തന്നെ നമ്മുടെ പ്രഭാത ഭക്ഷണം അത് 336 ചേപ്പാട് SNDP യൂണിയനിൽപ്പെട്ട 336 നമ്പർ SNDP ശാഖയാണ് അതവിടെ നമുക്ക് പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും ആ ഭക്ഷണം വളരെ സന്തോഷത്തോടെ രുചികരമായ ഭക്ഷണം തന്ന അവർക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദിയും കൂടി അറിയിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടെ എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ശിവഗിരി കുന്നിലേക്ക് എത്തുക എന്നുള്ള ആവേശകരം അല്ല അങ്ങനെ ഗുരുവിൻ്റെ ആ ഒരു ചിന്ത മനസ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. നിത്യവും സന്ധ്യയിൽ നിന്നെ ഭജിക്കുന്ന ഭക്തരാം ഞങ്ങളെ തുണച്ചിടണേ. നിത്യവും സന്ധ്യയിൽ നിന്നെ ഭജിക്കുന്ന ഭക്തരാം ഞങ്ങളെ തുണച്ചിടണേ. അവിടുത്തെ ഭിക്ഷയാ ഈ ജന്മജീവിതങ്ങൾ, അവിടുത്തെ ഭിക്ഷയാ ഈ ജന്മജീവിതങ്ങൾ തിരുമുൽ കാഴ്ചയായി ഏകിടുന്നു. പുനർജനിമോക്ഷം നൽകിയിടണേ, പുനർജനിമോക്ഷം നൽകിയിടണേ. ശിവഗിരിക്കുന്നതിൽ പള്ളികൊള്ളുന്നൊരു വിശ്വപ്രകാശമാം ഗുരുവരനേ.
10:30 കായംകുളം GDM ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള വിശ്രമം. നിത്യവും സന്ധ്യയിൽ നിന്നെ ഭജിക്കുന്ന ഭക്തരാം ഞങ്ങളെ തുണച്ചിടണേ. നിത്യവും സന്ധ്യയിൽ നിന്നെ ഭജിക്കുന്ന ഭക്തരാം ഞങ്ങളെ തുണച്ചിടണേ. അവിടുത്തെ ഭിക്ഷയാം ഈ ജന്മജീവിതങ്ങൾ, അവിടുത്തെ ഭിക്ഷയാം ഈ ജന്മജീവിതങ്ങൾ തിരുമുൽ കാഴ്ചയായി ഏകിടുന്നു. പുനർജനി മോക്ഷം നൽകിയിടണേ, പുനർജനി മോക്ഷം നൽകിയിടണേ. ശിവഗിരിക്കുന്നതിൽ പള്ളികൊള്ളുന്നൊരു വിശ്വപ്രകാശമാം ഗുരുവരനേ. അമ്മയെന്ന നാമം സഫലമായി തീരുവാൻ വന്ധ്യകൾ നോമ്പെടുത്തു ഭജിച്ചിടുന്നു. അമ്മയെന്ന നാമം സഫലമായി തീരുവാൻ വന്ധ്യകൾ നോമ്പെടുത്തു ഭജിച്ചിടുന്നു. ചതയവ്രതം നോറ്റു ഭജിച്ചിടുന്നു. അവിടുത്തെ തിരുമിഴി തുറന്നിടുമ്പോൾ, അവിടുത്തെ തിരുമിഴി തുറന്നിടുമ്പോൾ പുത്രപുത്രീ ഭാഗ്യം നൽകിയിടുന്നു. പുത്രപുത്രീ ഭാഗ്യം നൽകിയിടുന്നു. ശിവഗിരിക്കുന്നതിൽ
പള്ളി കൊള്ളുന്നൊരു വിശ്വപ്രകാശമാം ഗുരുവരനെ, വിശ്വശിലയിൽ വസിച്ചും കൊണ്ടവിടുന്ന, വിശ്വശിലയിൽ വസിച്ചും കൊണ്ടവിടുന്ന ഞങ്ങൾക്കു സൽഗതിയേകിടേണേ, ഞങ്ങൾക്കു സൽഗതിയേകിടേണേ. ശിവഗിരിക്കുന്നതിൽ പള്ളി കൊള്ളുന്നൊരു വിശ്വപ്രകാശമാം ഗുരുവരനെ. ഓം ഗുരുചരണം ശരണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശോകൻ. ഞാൻ SNDP യോഗം ചേപ്പാടി യൂണിയൻ്റെ സെക്രട്ടറിയാണ്. ഈ യൂണിയൻ രൂപീകൃതമായിട്ട് 17 വർഷത്തിലേക്ക് കടക്കുകയാണ്. അക്കാലം മുതൽ സംഘടനാ രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു യൂണിയനാണ് കേരളത്തിലെ. പല യൂണിയനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സമൂഹത്തിലെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെന്ന് അവരിൽ ഒരാളായി നിന്ന് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായൊരു വലിയ അനുഭവമാണ്. ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഭഗവാന്റെ സമുദയത്തിലേക്കുള്ള ശിവഗിരി തീർത്ഥാടനം. ഈ യൂണിയൻ രൂപീകൃതമായ കാലഘട്ടം മുതൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിരുന്നു ശിവഗിരി തീർത്ഥാടന പദയാത്ര. ഓരോ തീർത്ഥാടനം ഞങ്ങൾ പങ്കാളികളാകുമ്പോഴാണ് അവിടെ വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന രഥങ്ങൾ കണ്ട്, മനോഹരമായ രഥങ്ങൾ കണ്ട് അതിൻ്റെ പടമെടുത്ത് ഓരോ പ്രാവശ്യവും ഞങ്ങൾ തിരികെ വരും. അടുത്ത വർഷം നമുക്ക് ശിവഗിരി തീർത്ഥാടനം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാൻ ഞങ്ങൾക്ക് അവസരം തന്നത് ഈ വർഷമാണ്. ഭഗവാന്റെ സൗദത്തിലേക്ക് 91ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്ര അത് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കൗൺസിൽ തീരുമാനിച്ച് പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ പരിപാടി ക്രമീകരിച്ചത്. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്താണോ ഗുരുവിൽ അചഞ്ചലമായി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രവൃത്തി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നോ അതൊക്കെ പൂർണ്ണതയിലെത്തിച്ച് ഭഗവാൻ നൽകുന്നുണ്ടോ എന്നുള്ളത് വളരെ ഭയഭക്തിയോടുകൂടി തന്നെ ഞങ്ങൾ പറയുകയാണ്. 91ാമത് മഹാശിവഗിരി തീർത്ഥാടനത്തിന് 91 പദയാത്രികരുമായി പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതിലുമൊക്കെ കൂടുതൽ രജിസ്ട്രേഷൻ വന്നു. എന്തായാലും വളരെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അത് മുട്ടം ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ വെച്ചാണ് ഇതിൻ്റെ ചടങ്ങ് നടന്നത്. ഞങ്ങൾ പദയാത്ര തുടങ്ങി ഇത് മഹാസമാധിയിലെത്തി സമൂഹ പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിക്കും. ഇത് വരും കാലങ്ങളിൽ വലിയൊരു രീതിയിൽ ആ 54 ശാഖയുള്ള ഞങ്ങളിൽ ആ 54 ശാഖയിൽ നിന്നുള്ള പ്രതിനിധികളെ ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതൊരു മഹാതീർത്ഥാടനം യൂണിയൻ്റെതാക്കി മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഞങ്ങൾ. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നു. ഞങ്ങൾക്കൊരു യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ശിവഗിരി മഹാസമാധിയിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് വളരെ ഭക്തി ആദരവ് കൂടി പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്.